രോഗങ്ങൾ വരാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രസവ സമയത്ത് സുഖപ്രസവത്തിനുള്ള സാധ്യത കൂടുക. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. ഹായ് സർ. ഹലോ സാർ, ഈ ഗർഭകാലത്ത് വ്യായാമം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നമ്മൾ സാധാരണ രീതിയിൽ ഈ ഗർഭകാലത്ത് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എപ്പോഴും റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല, ശരിക്കും മിക്കവാറും എല്ലാ ഗർഭിണികൾക്കും തന്നെ വ്യായാമം ആവശ്യമാണ്. കാര്യം വ്യായാമം ചെയ്യുന്നത് കൊണ്ടുള്ള പ്രത്യേകമായ ഗുണങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പ്രഗ്നൻസിയിൽ ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ വരാതിരിക്കുക, അതുപോലെ തന്നെയാണ് ഇപ്പം ജസ്റ്റേഷണൽ ഡയബറ്റീസ് പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രസവ സമയത്ത് സുഖപ്രസവത്തിനുള്ള സാധ്യത കൂടുക. അങ്ങനെ പല ഗുണങ്ങളുണ്ട് നമ്മൾ എക്സസൈസ് പ്രഗ്നൻസിയിൽ ചെയ്യുന്നതുകൊണ്ട്. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും പ്രഗ്നൻസി വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു കേസ് നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഏതൊക്കെ വ്യായാമങ്ങളായിരിക്കും ചെയ്യാൻ പറ്റുക, അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട വ്യായാമങ്ങൾ ഏതൊക്കെയായിരിക്കും? നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു ഗർഭിണിക്ക് സാധാരണ രീതിയിൽ ഒരു 30 മിനിറ്റ് ഡെയിലി എക്സസൈസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരുപാട് സമയം എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന എക്സസൈസിന് നടത്തമാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ നടക്കുക, അങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ സ്വിമ്മിംഗ് പോലത്തെ എക്സസൈസ് പറ്റുകയാണെങ്കിൽ ചെയ്യാം. പിന്നെ കൂടുതലും നമ്മൾ പറയുന്ന പെൽവിക് ഫ്ലോർ എക്സസൈസ്, കീഗിൾസ് എക്സസൈസ് എന്ന് പറയും. അപ്പൊ അത് ചെയ്യുന്നത് നല്ലതാണ്. കാര്യം നമ്മൾ പെൽവിക് ഫ്ലോർ ഒന്ന് സ്ട്രെങ്തൻ ആകാനും നോർമൽ ഡെലിവറിക്കുള്ള സാധ്യത കൂട്ടാനൊക്കെ ഈ കീഗിൾസ് എക്സസൈസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ സാർ, ഏതൊക്കെ കണ്ടീഷനിലായിരിക്കും നമുക്ക് ഈ വ്യായാമം ഒഴിവാക്കേണ്ട ആവശ്യം വരുന്നത്? നമുക്ക് സാധാരണ വളരെ കുറച്ച് കണ്ടീഷൻസേ ഉള്ളൂ ഈ വ്യായാമം ഒഴിവാക്കേണ്ടത്. അത് നമ്മുടെ ഗൈനക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ചില കണ്ടീഷൻസിൽ നമുക്ക് എക്സസൈസുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ട് ഈ മറുകുള്ള താഴെയുള്ള കേസിൽ, അതായത് പ്ലാസന്റ പ്രിവിയ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഒരിക്കലും എക്സസൈസ് ചെയ്യാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പൊ രക്തസമ്മർദ്ദം കൂടുതലുള്ള കേസുകളിൽ അങ്ങനെയുള്ളതിനും എക്സസൈസ് ഒഴിവാക്കണം. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുഞ്ഞിന് അമിതമായിട്ടുള്ള വളർച്ചക്കുറവ്, രക്തയോട്ടക്കുറവ്, അങ്ങനെയുള്ള കേസിൽ നമ്മൾ കൂടുതലും എക്സസൈസ് അഡ്വൈസ് ചെയ്യാറില്ല. കൂടുതലും റെസ്റ്റ് ആണ് അഡ്വൈസ് ചെയ്യാറ്. ഇങ്ങനെ വളരെ ചുരുക്കം കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ പ്രഗ്നൻസിയിൽ ഇത് വ്യായാമം വേണ്ട എന്ന് പറയുന്നത്.